ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഓഫ് ക്യൂട്ടിപ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല. കൂടുതലും നിങ്ങളതിൻ്റെ ഹൊറർ സ്റ്റോറീസൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇതിനകത്തൊന്നും നമുക്ക് വലിയ പേടിയൊന്നും തോന്നാറില്ല. പക്ഷെ ശരിക്കും എനിക്ക് നന്നായിട്ടൊരു വായിച്ച് കിട്ടിയ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, വായിച്ച് നമ്മൊരു ഒരു പ്രേതത്തിൻ്റെ സ്റ്റോറി നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു പേടി കേട്ടാൽ നമുക്ക് കിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത് ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുല എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത നോവലാണ് ഗൈസ്. ഈ നോവൽ വിവർത്തനം ചെയ്തത് പോൾ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളാണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് ഭയങ്കര കഷ്ടപ്പെട്ട 100 പേജ് വരെ എത്തി. 164 പേജ് ഞാൻ എത്തിയത്. എനിക്കാണെങ്കിൽ ഈ ബുക്ക് വായിച്ചപ്പോൾ മുതൽ ഭയങ്കര പേടി തോന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഗൈസ് ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഇത് നല്ലൊരു ഹൊറർ സ്റ്റോറിയാണ്. നമുക്ക് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ രാത്രി ഇരുന്ന് വായിക്കും, എനിക്കൊരു ഫീൽ കിട്ടണം. എനിക്ക് പകലിരുന്ന് വായിക്കുമ്പോൾ വലിയൊരു രസം തോന്നാറില്ല. പക്ഷെ ഞാൻ രാത്രി ഇരുന്ന് വായിക്കുമ്പോൾ ഗൈസ്, ഇറ്റ്സ് വെരി ഹൊറിബിൾ. ആൻഡ് ഇപ്പോൾ 1 സെഞ്ച്വറിയായി ഈ ഒരു കഥ ഇറങ്ങിയിട്ട്, പക്ഷെ എന്നിട്ടും ഇപ്പോഴത്തെ ആൾക്കാരുടെയും പണ്ടത്തെ ആൾക്കാരുടെയും എല്ലാവരുടെയും മനസ്സിൽ ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ ഈ ഒരു കഥാപാത്രം ഇപ്പോഴും അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതും ഒരിക്കലും മാഞ്ഞു പോയി. എത്ര സെഞ്ച്വറി പോയാലും ചിലപ്പോൾ ഇങ്ങനത്തെ കഥ ഇറങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ എത്ര വലിയ പ്രേതപ്പടം കണ്ടാലും ഈ ഒരു ഡ്രാക്കുലയുടെ അത്രയും ഒരു പടം വരില്ലെന്ന് ഗൈസ് ഞാൻ പറഞ്ഞു. എന്നുവെച്ചാൽ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു കഥ എഴുതിയേക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര ഒരാൾ ജോലിക്ക് വേണ്ടി എൻ്റെ അടുത്ത് പോകുന്നതും അവിടെ വെച്ച് കുറേ ആൾക്കാരെ പരിചയപ്പെടുന്നതും താൻ ഇനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്നും എന്നൊക്കെ പറഞ്ഞ് ഡ്രാക്കുല കോട്ടയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പം അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഭയങ്കരമായിട്ട് പേടിയായി. പക്ഷെ അവർക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു നാട്ടിലൊരു വലിയൊരു പ്രേതത്തിൻ്റെ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ ആ നാട്ടിലുള്ള മിക്കവർക്കും അറിയാൻ പറ്റും, അവിടെ പ്രേതമുണ്ട്, ഇപ്പം അങ്ങോട്ട് പോകണം ശരിയല്ല. ടൂറിസ്റ്റ് വല്ല ആൾക്കാർ വരുവാണെങ്കിൽ അവരുടെ അടുത്ത് പറയും അങ്ങോട്ട് പോകരുത്, അവിടെ അത്ര നല്ല സ്ഥലമല്ല. ഗൈസ്, ഇതേപോലത്തെ ഒരു സ്റ്റോറിയാണ് അടുത്ത പാർട്ട് 2 ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ബാക്കി അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ.